ഈ തെങ്ങൊക്കെ നോക്കി നോക്ക്. ആരും തെങ്ങിന്റെ ഉള്ളത് പണിയെടുക്കണ്ടേ? ഒക്കെ ഉണങ്ങി കിടക്കുക തേങ്ങയൊക്കെ. അല്ലാതെ കൊറേ നേരമല്ല പറമ്പ് കൂടെ നടക്കണ്. ഇത് എന്ത് നടത്താണ്? എന്റെ സാധനം കൈമേൽ വെച്ചിട്ട് ഇങ്ങനെ നടക്ക. ഇത്ര പ്രാന്തിരിക്കുന്ന ഒരു കാര്യമില്ല. എടാ, നമ്മൾ ഈ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് മദ്യം വാങ്ങിയിട്ട് വല്ല പീടികയുടെ അരികിലോ റോഡ് സൈഡിലോ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കില്ലേ? പേടിച്ചല്ലേ എത്ര ദിവസം നമ്മൾ കള്ളു കുടിച്ചിരുന്നു. ഇനി അത് വേണ്ട, എന്റെ സ്വന്തം സ്ഥലത്തിരുന്ന് കള്ളു കുടിക്കാം. അതുകൊണ്ടാ ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ എന്നിട്ട് എത്ര വണ്ടിച്ചടിച്ചോ? സ്വന്തം സ്ഥലം എന്ന് വെച്ചാല് നിങ്ങളെ സ്ഥലം ഇത് സത്യശീല സ്ഥലല്ലേ? അതൊക്കെ പണ്ടാടോ, ഇപ്പൊ നിന്റെ സ്ഥല. ഈ ഭൂമിയെല്ലാം മേടിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തത് പൈസ. ഈ ഭൂമി എന്റെ ആണെന്നാണ് ദൈവനിശ്ചയം. ഇത് എന്റെ ആണ്. അല്ല സത്യം പറയും, ഞങ്ങൾ അറിയാതെ നിങ്ങൾ സാധനം അടിച്ചു. ഇല്ലടോ. അതല്ലേ അപ്പൊ നമ്മൾ എവിടെയും പോയിട്ട് ഈ ഭൂമി എന്റെ നമുക്ക് കിട്ടുമോ? ഇതെടുത്ത് അടിക്കാൻ നോക്കപ്പെടുന്നു. ഒരാളെയും പേടിക്കണ്ട. എന്റെ സുഖതാട്ടന്റെ സ്ഥലം എനക്ക് ഒരുത്തനി പേടിക്കണ്ട. നീ ഇവിടെ ഇരിക്കേ, നീ വാള് വെക്കേ, എന്ത് വേണമെങ്കിൽ ചെയ്തു. വർത്താനം പറയുന്നു. വർത്താനം പറയാതെ വെച്ചാല് വർത്താനം പറയാതെ ഒരു കുടിക്കല് മാത്രം ഇത് പരിപാടി. വർത്താനം പറയും, വർത്താനം പറയും, കുടിക്കുകയും ചെയ്യും. വെള്ളം വെച്ചാ മതി 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 മതി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വാങ്ങുക, നിങ്ങൾ അടിക്കുക, നിങ്ങളെ സ്ഥലം എന്ന് പറയാ, അതൊക്കെ നിങ്ങളെ വെള്ളയ്ക്ക്. പിന്നെ വെള്ളം വേണ്ടല്ലോ. അതെ, ഇത് ഡയറക്റ്റ് ചെയ്യണ്ട. അല്ലാതെ ഞങ്ങൾ രണ്ടാളും നിന്നൊക്കെ കുറച്ച് പൈസ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പെഗ് നിനക്ക് കുറയും. അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നമുക്ക് ഈ സ്ഥലത്ത് മുഴുവനും കൃഷി നടത്തണം. ഈ സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണം. സ്ഥലം കാണിച്ചു ലോൺ എടുത്ത് എങ്ങനെ ലോൺ കിട്ടേ? എങ്ങനെ കിട്ടും? എല്ലാവർക്കും സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണില്ലേ കൃഷി ചെയ്യാൻ? കർഷകർക്ക് ഇപ്പൊ നല്ല ആനുകൂല്യങ്ങളാ. അല്ലാതെ എനിക്ക് ഇതിന്റെ തിരുവാട് ഇപ്പോഴും കിട്ടും. മനസ്സിലായിട്ട് നിങ്ങളെ സ്ഥലം എങ്ങനെയായി എന്നുള്ളത്. എന്റെ സ്ഥലം എങ്ങനെയായി എന്നറിയില്ല. ഈ വില്ലേജ് ഓഫീസർ ആളെങ്ങനെ? അയാളത്ത് അടിച്ചിട്ട് ഒരു പൊരിച്ചാക്കുമായിട്ട് എങ്ങനെ? അതല്ലടാ, അയാളുടെ പദവി എങ്ങനെയാ? അയാളെ പദവി എന്ന് പറഞ്ഞാൽ പദവി എന്താ? നമ്മുടെ ഈ വില്ലേജിലുള്ള ഭൂമി ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിവുള്ള ആളാണ് ആര്? വില്ലേജ് ഓഫീസർ. അയാള് കള്ളം പറയോ? കള്ളം പറയില്ല. വില്ലേജ് ഓഫീസർ പറയില്ല. നികുതി അടിച്ച റെസീറ്റാണത്. ഇങ്ങോട്ട് നോക്ക്. സർവേ നമ്പർ 346/16 3R84 വടക്കേതിൽ ശ്രീധരൻ മകൻ സുഗതൻ. നോക്ക്, അത്ര വിദ്യാഭ്യാസം പോരാ. ഇതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം? എടാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നോ? ഈ സ്ഥലം എന്റെ ആണെന്നും എന്റെ അഡ്രസ്സിൽ ഞാൻ നികുതി അടച്ചതാണെന്നുള്ള തെളിവല്ലേ ഇത്? എങ്ങനെ കിട്ടിയത്? ഇത് കിട്ടിയേ? അതാടാ ഉണ്ണിയെ പറയുന്നത് ദൈവനിശ്ചയം. ഇതും ദൈവം. ഈ കാണുന്ന സ്ഥലം മുഴുവൻ എന്റെ ആണ് എന്നുള്ളതിന് തെളിവാണ് ഞാൻ നികുതി അടച്ച എന്റെ ഈ റെസീറ്റ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാം. ഇവിടെ മുഴുവൻ കൃഷി നടത്താം. പിന്നെ ആ സൈഡിൽ നമ്മളൊരു ഷെഡ് കെട്ടും. കൃഷി നോക്കാനാ പേര്. പക്ഷെ ഡെയിലി 3 ആൾക്ക് അവിടെ വന്നിരിക്കാം. ഒരു പട്ടിച്ചാത്തിനും നോക്കില്ല. അടിപൊളി. പിന്നെ വേണമെങ്കിൽ ഒരു കൃഷി കുളം മീൻ കൃഷി നടത്താം. പിന്നെ ചൂണ്ടിട്ട് പിടിച്ചിങ്ങാണ്ട് അപ്പൊ തന്നെ പൊരിച്ച് അപ്പൊ തന്നെ അടിക്കും. നമുക്ക് അപ്പൊ എല്ലാം നമുക്ക് കൊളാക്കാണേ. എന്റെ സുഖതാട്ടിന്റെ സ്ഥലത്ത് ഞാൻ നീ വാള് വെച്ചൊന്നാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റ സംശയം കൂടാ സുഖതാട്ടാ. ഈ തേടിയ വള്ളി കാൽച്ചുറ്റിന്ന് മാഷ് പഠിപ്പിച്ചെന്നിട്ടേ അത് ഈ വള്ളിയാന്ന് നോക്കിയാ തുടങ്ങി അവന്റെ ഗീർവാണം. ഒരു വള്ളിയും വലിയ കഴിക്കുന്നു. അച്ഛാ, ഞാൻ സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സിനിമക്ക് പോണച്ചാ. നാളെ നനയ്ക്കാ. എടാ, അതിന് നനക്ക ഒരു 10 കുടം വെള്ളം പോരെ? അപ്പോഴെന്റെ സിനിമന്റെ സമയം അതല്ലേ. എന്താ ഈ ചേരുടെ ഇടയില് കാണൂല്ല. ഈ ചേരുടെ ഇടയിൽ വന്നിരിക്കണം എന്താ ഞങ്ങള് ഓരോന്നടിക്കാ വേണോ? കള്ളുടിയാ? കള്ളുടിക്കേ? ഇന്റെ വളപ്പിൽ വന്നൊരു കള്ളുടിക്കേ? സത്യന്റെ വളപ്പേ അല്ല. അതെ, സത്യട്ടങ്ങള് ദേഷ്യപ്പെടരുത്. നിങ്ങൾ കാര്യം അറിയാഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്ത് കാര്യം അറിയാനടാ? എന്താണ് എന്റെ വളപ്പിടുന്നത്? കള്ളുടിക്കാൻ പാടുവോ? അതെ, പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണം പെടുത്തത്. സുഗതൻ കള്ളുടിയനാണ്, പക്ഷെ മാന്യത വിട്ടെന്ന് വരെ കളിച്ചിട്ടില്ല. വേറൊരുത്തന്റെ സ്ഥലത്തിരുന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല.
സ്വന്തം സ്ഥലത്തിരുന്നാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. സ്വന്തം സ്ഥലോ? ആ അതെങ്ങനെ സുധീരന്റെ സ്ഥലമാണ്? ഇത് അച്ഛന്റെ സ്ഥലല്ലേ? എടാ കള്ളു കുടിച്ചിട്ട് വർത്തമാനം പറയുന്നത് കേട്ട കടന്നു പോന്ന്. അതെ, അച്ഛനോടും ഉണ്ടായിരിക്കാൻ പറയാരോമലെ. എന്താ ഈ പറഞ്ഞോണ്ടിരിക്കണത്? അതെ, ഈ സ്ഥലത്തിന് ഞാൻ നികുതി അടച്ചിട്ടുള്ള റെസീറ്റാണിത്. എങ്ങനെയാടാ നീ നികുതി കിടക്കണത്? സ്ഥലം എന്റെ അല്ലേ? അതോട്ടെ, ഇതൊന്ന് വായിച്ചോക്കാം. വായിച്ചു നോക്കും മോനെ, എന്നിട്ട് അതില് മറ്റേ അത് വായിച്ച സർവേ നമ്പർ വായിച്ച സർവേ നമ്പർ വായിക്കേ. 346 16. 346 ആരുടെ 46 അല്ലേ? ഇനി നികുതി അടച്ച ആളുടെ പേര് വായിക്കി. സുഗതൻ, എന്താ അടിയിലത്തെ വായിക്കേ. ശ്രീധരൻ മകൻ. എവിടുന്നാണ് ശ്രീധരൻ മകൻ സുഗതൻ. അതെന്റെയാണ്. എന്ത് സുഗതൻ? ഇതൊക്കെ കട കൂടെ ഓരോ റെസീറ്റ് ഉണ്ടാക്കി എഴുതി കൊണ്ടുവരാടാ. അച്ഛനോട് അതിലെ വില്ലേജ് ഓഫീസിൽ സീല് നോക്കാൻ വർത്താനം പറയാൻ നിൽക്കണ്ട, വർത്താനം പറയാൻ നിൽക്കണ്ട. ഇത് എന്റെ സ്ഥലമാണ്. വില്ലേജ് ഓഫീസിൽ സീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലെ സീൽ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാ സുധേട്ട നിങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കേ. വില്ലേജ് ഓഫീസിൽ നികുതി അടച്ച കടലാസാണത്. സുഗതന്റെ സ്ഥലമാണിത്. അതില് എഴുതിയില്ലല്ലോ. ഞാൻ നോക്ക്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വേണമെങ്കിൽ അച്ഛൻ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ കഷ്ടപ്പെട്ട് നോക്കിയ സ്ഥലല്ലേ, വിഷമം ഉണ്ടാവും. ഇന്ന് വേണമെങ്കിൽ ഈ ചീര നനച്ചിട്ട് ഈ തൊടി നോക്കി വിഷമിച്ച് നോട്ടെ. നാളെ തൊട്ട് അച്ഛനും മകനും ഇവിടെ കാലെടുത്ത് കുത്തരുത്. കാരണം കാർഷിക വായ്പയ്ക്ക് ലോൺ എടുത്തിട്ട് എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണിത്. നീരുള്ളി കൃഷി കേട്ടോ? ഇന്ന് പോവാനേ ഞാൻ തർക്കിക്കല്ല. അത് കീറി കളയുന്നേ. ഇത് കീറി കളയുന്ന എനിക്കറിയാം. സുഗതൻ അത്രയ്ക്ക് മണ്ടനല്ല. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിലിട്ടാ കടന്നു പോടാ. പോവാ നടക്ക്, ഇതേ നടക്കുക. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിൽ നിന്നോട് പോകാനാ പൈസക്കാരായി. അതുകൊണ്ടാ മനസ്സിലായോ? നാളെ പാടില്ല. അച്ഛാ ഒരു എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് സ്വഭാവം ആര് പോയിക്കൊണ്ടായിരുന്നു. ആ വെള്ളം കൊടുത്ത് നരക്കണ ശീലക്കി. അച്ഛാ അത് ഒറിജിനൽ റെസീറ്റ് ആണ് അച്ഛാ. അതിനകത്ത് വില്ലേജ് ഓഫീസിന്റെ സീലുണ്ട്. വില്ലേജ് ഓഫീസിലെ സീലുണ്ട്. എന്നാ പിന്നെ അത് ചോദിക്കണല്ലോ. ചോദിക്കണം. ചോദിക്കണം. എന്റെ പിന്നാലെ പറണ്ട. ആ വെള്ളം കൊടുത്തിട്ട് നനയ്ക്കതിന്. നനയ്ക്കും. അയ്യോ എന്ത് പടമെന്നറിയോ, എനിക്ക് വയ്യ. അതിലൊരു സീനുണ്ട്. ഒരു മറ്റേ ഇൻസ്റ്റഗ്രാമിന്റെ റീലൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ, നിനക്ക് കലാപരമായി കഴിവുണ്ടോന്നൊക്കെ ചോദിക്കുന്ന ആ സീൻ അതുപോലെ അവളിങ്ങനെ പറയും. അച്ഛാ മെല്ലെ സംസാരിക്കും. എവിടെ സാറെവിടെ? എവിടെ സാറെവിടെന്ന്? സാറാവത്തെ മീറ്റിംഗിലെന്താ എങ്ങോട്ടത്? വില്ലേജ് ഓഫീസറോട് എനിക്കൊരു കാര്യം പറയാനാണ്. സാറകത്ത് മീറ്റിംഗിലാണ്. മീറ്റിംഗിലാന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ ഒറ്റക്ക് ഒരാള് മീറ്റിംഗ്? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. മീറ്റിംഗ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്ത് മീറ്റിംഗ് ചേട്ടാ? ഓൺലൈൻ മീറ്റിംഗ് ഒച്ച ഉണ്ടാക്കല്ലേ? ഓൺലൈൻ മീറ്റിംഗിന് ഒച്ച ഉണ്ടാക്കല്ലേ? മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഏടാ പോകാം. ഓൺലൈനിൽ കൂടെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലം സുഗതം കൊണ്ടുപോകുന്നേ. എന്താ കാര്യം? എന്താ കാര്യം? എന്താ അതെ, വില്ലേജ് ഓഫീസർ ഒന്ന് കാണാം. വില്ലേജ് ഓഫീസർ കണ്ടിട്ടുണ്ട്. പോവാൻ പാടില്ല അച്ഛാ. ഒരു പറഞ്ഞു കേട്ടില്ല. അയാൾ ഇങ്ങോട്ട് വരും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്ന ഒരു ഓഫീസാണ്. പുറത്ത് വെയിറ്റ് ചെയ്യൂ. വരും, ഇങ്ങോട്ട് വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വില്ലേജ് ഓഫീസർ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അച്ഛന്റെ ഭാഗത്താണ്. അച്ഛൻ വില്ലേജ് ഓഫീസർ വരും, ഇങ്ങോട്ട് വരും. ഈ പണിക്കാരന്മാരുടെ സ്വഭാവം കാണിക്കും. എന്താണിത്? ഇതൊരു ഓഫീസാണ്. ഇവിടെ ഒച്ച എടുക്കരുത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറയ്ക്കും. എനിക്ക് ചെവി കേൾക്കാം. ഇത് ഓഫീസല്ലേ? നിങ്ങൾ ഇത് ആരാ? ഇത് അച്ഛനാണ്. അച്ഛനെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇതൊരു ഓഫീസല്ലേ? ക്ഷമയോടെ പറയാം. എനിക്കറിയാടാ പറയാൻ. പറഞ്ഞാ മതി. എനിക്കറിയാൻ പറയാം. എന്റെ തൊണ്ട നിനക്കില്ലല്ലോ. പറയാ. അതാണ് ശബ്ദം. ഇത് കാണാൻ നിങ്ങൾ ഇത് നോക്ക്. പറഞ്ഞാ മതി. റെസീറ്റ് നോക്ക്. 346/16. ഇത് എന്റെ സ്ഥലം. ഞാൻ 2 വർഷം മുമ്പ് കരടച്ചത്. ഇതാ ഇത് ഇക്കൊല്ല അടച്ചത്. 346/6. ഈ 346 എങ്ങനെ 6 ആയി?
എനിക്ക് അതിനുള്ള സമാധാനം പറഞ്ഞു തരണം. സാറേ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമല്ല, ഒരു ചെറിയ പ്രശ്നം, ഒരു ഒന്നിന്റെ പ്രശ്നമാണ്. ഒന്നിന്റെ പ്രശ്നം അത്ര ചെറുതല്ലാന്ന്. ഇതിപ്പോ സാറിന്റെ 16 എന്നുള്ളത് അതിലെ 1 എവിടെയോ നഷ്ടപ്പെട്ട് 6 ആയി പോയി, അതല്ലേ ഉള്ളൂ. അത് ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നം അല്ലെന്നേ. ഇതാരാ കരം അടച്ചത്? ആരടച്ചത്? വേറെ ആര്? ഈ പിണ്ണാക്ക് പോറോ. ഞാനാണ് സാറേ. പക്ഷെ ഞാൻ കര അടച്ചില്ലല്ലോ സാർ. നിങ്ങൾ എഴുതിയാലാണ് തെറ്റ് വന്നത്. 6 നിങ്ങൾ എഴുതി പോയില്ലേ, അത് തെറ്റല്ലേ സാർ? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് അങ്ങനെ പരിഹരിച്ചാൽ ശരിയാവില്ലാന്ന് സാറേ. എന്റെ 346-ൽ 16 നിങ്ങൾ കരടച്ചിട്ടുള്ള എന്റെ റെസീറ്റ് കൊടുത്തത് സുഗതനാണ്. സുഗതൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റക്കി. അപ്പൊ മറ്റുള്ള ആളുകളുടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനാണ്. അവരിപ്പോ എന്റെ ആ സ്ഥലത്തിന്റെ മുകളിൽ ലോൺ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോവാ. ഞാനത് നോക്കി നിൽക്കണ്ടേ? വില്ലേജ് ഓഫീസർ പതിച്ചു കൊടുത്തു എന്നാ പറയണത്. ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ 16 എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ അവന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നിങ്ങൾക്കൊക്കെ ഇഡ്ഡലി സാമ്പാറും വിളമ്പും. അതെ മിസ്റ്റർ പിണ്ണാക്ക്, ആരോമൽ, ഇതിപ്പോ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് വലിയ പ്രശ്നമാക്കണ്ട. ഇത് നിങ്ങൾ അങ്ങനെ പരിഹരിച്ചാ പോരാന്ന്. അതല്ല ഞാൻ പറയണതിന്റെ മലയാളം. പറയട്ടെ. ഇത് സത്യത്തില് ഞങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ നിരപരാധിയാണ്. പിന്നെ ഞാനാണോ? അല്ല. പിന്നെ ഞാനതിന് കാരണക്കാരൻ അല്ല. പിന്നെ വരോ? അല്ല. കരടച്ച് വരോ? ഇത് റിലീസിന്റെ കുഴപ്പമാണ്. എന്നാ റിലീസിനെ വിളിക്ക്. എന്നാ റിലീസിനെ വിളിക്ക്. എന്നിട്ട് ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അല്ല, അതാ നല്ലത്. അല്ല. ആരാ റിലീസ് ചെയ്യാളാ? അല്ല. അത് യൂട്ടിയോ? അതെ ആരോമൽ, അതായത് നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ സോഫ്റ്റ്വെയർ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് സോഫ്റ്റ്വെയർ. നിങ്ങൾ അതൊന്നും പറയണ്ട. കമ്പ്യൂട്ടറിനൊന്നും ഒരിക്കലും തെറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നിൽക്കണ്ട. അതവിടെ എടുത്തു വെക്കി. അതിനകത്ത് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച്, നമ്മൾ മനുഷ്യനാണല്ലോ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ആക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്തതിലാക്കിയപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇത്. അത് നമുക്ക് പരിഹരിച്ച് തരാം. ഇന്നിപ്പോ തീയതി 16. ഈ അടുത്ത മാസം 16-ാം തീയതി നിങ്ങളെ 16 കറക്റ്റ് ചെയ്ത് ഞാൻ തന്നിരിക്കും. എന്റെ 16 നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരുമില്ല എന്നുള്ളതല്ല. ഈ സംഗതി എനിക്ക് ശരിയാക്കി തരണം. 10 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരണം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തരാം. തന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാത്തിനും വലിച്ചു പറിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് തീയിടും. അച്ഛൻ പോരും. തേച്ച് എഴുതിച്ചിട്ട് ഒരു 10 ദിവസം കൊണ്ട് ശരിയാക്കി തരുന്നു പറഞ്ഞില്ല. സോറി സർ, അച്ഛൻ ഭയങ്കര ചൂടനാണേ. അതുകൊണ്ടാണ്. ആ സുഗതൻ എന്ന് പറഞ്ഞ ആള് ചെറ്റ തെണ്ടി എന്നൊക്കെ പറഞ്ഞില്ല അച്ഛൻ. അച്ഛൻ അതിലും മോശമാണ്. അപ്പൊ ആ 16 അടിയന്തരം നടത്തും എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് ശരിയാക്കി കൊടുത്തില്ല ചിലപ്പോൾ സാറിന്റെ തന്നെ ചെയ്യും. സാധാരണ ഇങ്ങനെ വർത്താണ്ടായി കഴിഞ്ഞാൽ അച്ഛന് അടിയൊക്കെ പൊട്ടിക്കണം. അന്നിപ്പോ നിങ്ങളോട് പാവം തോന്നിട്ടാ അടിക്കാഞ്ഞ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾ ഈ അച്ഛൻ്റെ മോൻ തന്നെയാണോ? മോൻ തന്നെ ആണല്ലേ? ഞാൻ പറഞ്ഞത് പോരെ. അച്ഛൻ പോരും. എന്തൊരു തമ്പേത്, ഇതൊക്കെ ആട്ടുമൂത്ത് ഭ്രാന്തായ മനുഷ്യന്മാരാണ്. പിന്നെ രണ്ടുപേരെടുത്തുമായിട്ട് പറയാം, ഞാൻ അവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ആഭാസതരം. ചിരിയും കളിയും അട്ടാസവും. ഇത് എന്താ ഓഫീസല്ലേ ഇത്? എന്ത് പോയി ജോലി. ഇനി ഞാൻ പറയൂലോ കേട്ടോ മരത്തെ. ചിരിയും കളി അങ്ങ്. പിന്നെ സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം. ഭയങ്കര സിനിമ. ചിരിച്ച് ഊപ്പാടിറങ്ങി പോയി. എനിക്ക് മതി ഒരുപാട് ചിരിക്കണ്ട, ഞാൻ കണ്ടോളാം. കഥ പറയണ്ട. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കളിക്കാൻ പോകുന്നില്ലേ? അച്ഛനോട് മാലപ്പടക്കവും കുണ്ടും വായിക്കാൻ പറയാനാ. മാലപ്പടക്കം കൊണ്ടുവന്നും മേടിച്ചൂടാ. കമ്പിത്തിരിയാൻ മറ്റം മേടിക്കാന്നല്ലാണ്ട്. ഞങ്ങൾക്ക് മാലപ്പടക്കവും കുണ്ടും വിഷുവിന്റെ സമയത്തില്ല പത്രം വായിക്കല്ലേ നീ? ചെലപ്പെല്ലാം വായിക്കുന്നേ. കൈ പൊട്ടിത്തെറിച്ചു, കാല് പൊട്ടിത്തെറിച്ചു എന്നെല്ലാം കേൾക്കല്ലേ? കൈ എങ്ങനെ പൊട്ടിത്തെറിക്കുന്ന? പടക്കല്ലേ പൊട്ടുക? കൈ വന്ന് പടക്കം പൊട്ടിയിട്ട് ഇതൊന്നും മേടിക്കണ്ട, ഗുണ്ടൊന്നും മേടിക്കണ്ട. അച്ഛൻ പൊട്ടിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്റെ കൈ പൊട്ടിത്തെറിക്കാനാ? അതൊന്നും പറ്റൂല. എനിക്ക് പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിച്ച മതി. എന്തൊരാ ചക്കൻ പറഞ്ഞാ കേൾക്കാതെ? പടക്കം മേടിക്കണ്ട, പൊട്ടുന്നൊന്നും മേടിക്കണ്ട, കമ്പിത്തിരിയെ മേടിക്കണ്ട. ഞാൻ പറയും, കമ്പിത്തിരി വാങ്ങിച്ച ഭംഗിയുണ്ടാവും, ഒച്ച ഉണ്ടാവൂല, ഒച്ച വേണം. എടാ വിഷു എന്ന് പറഞ്ഞാല് നല്ല പ്രഥമ നടക്കൂല സദ്യയും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ കളിക്കാൻ പോവാ. അതാണ് അതിന്റെ വിഷു എന്ന് പറഞ്ഞ അതിന്റെ ആഘോഷം. നമുക്ക് നല്ല ഡ്രസ്സ് നല്ല ഊണെല്ലാം കഴിച്ചിട്ട് നമുക്ക് പടക്കം പൊട്ടിച്ചാ. പിന്നെ ഇതൊക്കെ പടക്കത്തിന്റെ പോലെ തന്നെ പോകും. പടക്കം മേടിക്കൂല. ഞാൻ അച്ഛനോട് പറയും വാങ്ങിക്കാൻ.
ഞാൻ എന്റെ മോനോട് പറയും. ഞാൻ എന്റെ അച്ഛനോട് പറയും. നിന്റെ അച്ഛൻ എന്റെ മോനല്ലേ? എന്റെ അച്ഛനല്ലേ? ഏ? എന്റെ അച്ഛനല്ല. ആ എന്റെ മോനും അല്ലേ? എന്റെ അച്ഛനല്ലേ? എന്റെ മോനാണ്. എന്റെ അച്ഛനാ. ആയിക്കോട്ടെ, നിന്റെ എന്റെ മോനാണ്. എന്റെ അച്ഛനാ. ആ ഞാൻ പറയും. ആ ഞാനും പറയും. നീ വല്ലാണ്ട് കളിക്കല്ലേ? അച്ഛനും വല്ലാണ്ട് കളിക്കല്ലേ? നോക്ക് നോക്ക്, മേലെ ഞാൻ ബാനിയാക്കൂട്ടാ. ആ എഴുതി കൂട്ടണം. ആ കളിക്കണ്ട നീ എന്നോട്. എന്താ ഇവിടെ അച്ഛൻ ഗുണ്ടും മാലപ്പടക്കവും വാങ്ങിക്കണം. ഒരു ഗുണ്ട് മേടിക്കണം. ഗുണ്ടൊന്നും വാങ്ങണ്ട. ഗുണ്ട് വാങ്ങിക്കണം. ഗുണ്ട് പൊട്ടുന്ന മേടിക്കണ്ട. ആ നീ കമ്പിത്തിരി എന്തേലും വാങ്ങാം. വേണ്ട, മാലപ്പടക്കവും ഗുണ്ടും മതി. ഗുണ്ടും പാലപ്പടക്കും മേടിക്കണ്ട, കമ്പിത്തിരി മതി. മാലപ്പടക്കം വേണ്ടിന്ന ഗുണ്ട് പോയി. അച്ഛൻ എന്താണ് അവൻ ചെറുതല്ലേ? ഞാൻ വരുതല്ലേ? ഇതെല്ലാം കൂടെ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല. ആകെ 3000 റുപ്യല്ലേ ഉള്ളൂ. അത് ധാരാളാണ് ഏട്ടാ. എല്ലാം കുറച്ച് ഇത് കണി വെക്കാനുള്ളത് മേടിക്കണം. പിന്നെ 2-3 കൂട്ടാരേ വെക്കണുള്ളൂ. ഇവൻ എല്ലാം ഒന്നും കഴിക്കൊന്നുമില്ല. എന്തെങ്കിലും നീക്കിരിപ്പല്ലോ എടുത്തോണ്ട് പോവാ. അതിന് പൈസ ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, പിന്നെ എനിക്കിവിടെ നീക്കിരിപ്പുണ്ട്. ഏട്ട തന്ന പൈസ തന്നെ എന്റെ കയ്യിലുള്ളൂ. 3000 കൂടെ തകയോ? 3000 മതിന്ന്. പിന്നെ ഇവനൊരു മുണ്ട് മേടിക്കണം. അവന്റെ ട്രൗസറും ഇതൊക്കെ ഉണ്ടല്ലോ. എന്താ വിഷു ആയിട്ട്, നല്ലൊരു വിഷു ആയിട്ട് അവൻ മുണ്ട് കൊടുക്കട്ടെ. ഓൻ എന്റെ പഴയ മുണ്ട് മുറിച്ചിട്ട് എടുത്താ മതി. അച്ഛ ഒന്ന് മിണ്ടാതിരിക്ക. അച്ഛാ ആ മുണ്ട് കൊടുത്തോട്ടെ. ഓൻ ഒരു ദിവസം എടുക്കൂലോ. ആ അത് മറ്റേ ഈ ചെറിയ കസവുള്ള ചെറുത് കിട്ടുക വെച്ചാൽ അത് മതി. അത് മതി ഒട്ടിക്കണത്. ആ പിന്നെ കൊന്നപ്പൂവൊക്കെ എഴുതിയ എന്തിനാണ്? കൊന്നപ്പൂ വേണ്ടേ കണി വെക്കാൻ? കണി വെക്കാൻ അത് ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടൂലേ? ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? അത് പോയി പറിച്ചാ മതി. ഏട്ട ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇത് വിഷുവിന് മുമ്പേ എപ്പോഴോ പൂത്തു പോയി കൊന്നാ. പിന്നെ എങ്ങനെയാ? ഇനി അതിന് 100 റുപ്യ കൊടുക്കണം. അപ്പൊ കണി കാണണ്ടേ? എന്നാ ശരി എന്നാ അച്ഛാ. ആ അച്ഛാ ഗുണ്ട് വാങ്ങിക്കണേ. പിന്നെ പറഞ്ഞാച്ചത് നിന്നെ നോക്കി പേടിപ്പിക്കുന്നു. അച്ഛൻ എന്നെ നോക്കുന്നേ. നിന്നെ നോക്കിക്കൂടെ എനക്ക്? ഞാൻ അച്ഛനെ നോക്കിക്കൂടെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നോക്കല്ലടാ. പറഞ്ഞോ. അത് 6 മണിയാകുമ്പോഴേക്കേ ഇവിടുത്തത് കഴിഞ്ഞിട്ട് നമുക്ക് പടക്കക്കട പോണം. വീട്ടിലെ പടക്കം മേടിച്ചിട്ടില്ല. ആ ഞാനും മേടിച്ചിട്ടില്ല. പിള്ളേരൊക്കെ കിടന്ന് പറയുന്നു. ഒതുക്കി നോക്ക്. എന്തോ ഒരു വൈ ക്ലബിൽ നിർത്താവിടെ. ബുക്കും പേപ്പറും അത് പോയിക്കോളൂ. ഇത് എടുക്ക്. കഴിച്ചിട്ടുണ്ടാ? ഊതിയ ശരിക്കും കഴിച്ചല്ല. എവിടെയാ വരുന്നത്? വീട്ടിലേക്ക് വിഷു അല്ലേ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാണ്ട് പേപ്പറൊക്കെ ഉണ്ട് സാറേ. എനിക്കറിയാതെ നോക്കിയാല് കേട്ടോ. സാറേ പേപ്പറൊക്കെ കറക്റ്റ് ആണ്. പിടിക്കാനൊരു മാർഗമില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് തേക്കണ്ടേ? നേരെ നോക്ക് നീ. അതെ അതിന്റെ പാർക്ക് ലൈറ്റ് ഇതൊക്കെ നോക്കിയേ. പൊല്യൂഷൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റിയില്ലോ വണ്ടിക്കുന്നൊരു സാറിനോട് പറ. പൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ എന്ന് പറഞ്ഞേര്. ഇന്നലെ കഴിഞ്ഞത്. ഇപ്പൊ ഇതില്ലെങ്കിൽ 2000 രൂപയാണ് ഫൈൻ. എന്ന് പറഞ്ഞു നോക്കവാ. എന്താ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചല്ലേ? ഇങ്ങോട്ട് വന്നൂടെ? സാറേ പൊല്യൂഷനേ ഇന്നലെ തീർന്നതാണ്. അപ്പൊ പൊല്യൂഷൻ ഇല്ല വണ്ടിക്ക്. സാർ ഞാൻ ഇതൊക്കെ നോക്കണ്ടേ? വണ്ടി മേടിച്ച് നടന്നാ മതിയോ? എന്താ തനിക്ക് പണി എന്താ? സാറേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിക്കോ. എന്റെ പണി എന്താ? ഞാൻ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് പണിയാ? സാറേ എഴുതണ്ട സാറേ പ്ലീസ്. എന്റെ പൈസ ഇല്ല കയ്യിൽ, അതാണ്. ഞാൻ ആകെ വീട്ടിലേക്ക് ഒരു പണി ചെയ്യ് സാറേ. പൊല്യൂഷൻ 2000 രൂപയാണ്. ആള് പാവമാണ്. ഒരു കയ്യിലില്ലല്ലോ. ഒരു 500 എഴുതി കൊടുക്കും. പേരെന്തായാലും പറഞ്ഞു? പേര് സത്യശീലൻ. സത്യശീലൻ. സാറേ 500 എഴുതണ്ട സാറേ. ഞാൻ സാധനം വാങ്ങിച്ചു പിന്നെ എന്റെ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, അതാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുട്ടിയെ. സാർ 500 എഴുതണ്ട സാറേ. 500 എഴുതണ്ട പ്ലീസ്. വിഷു അല്ലേ സാറേ? വിഷു ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നിക്കണ. ഞങ്ങൾക്കും ഇല്ലേ ഈ വിഷു ഒക്കെ? പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പൈസ ആവശ്യത്തിനുണ്ടല്ലോ. 300 റുപ്യ ഉള്ളൂ. കളിക്കല്ലേ? 300 ഉള്ളൂ സാറേ. 300 എഴുതി കൊടുക്കും. ഇതൊക്കെ സൂക്ഷിക്കണം, ഇതൊക്കെ നോക്കണം പേപ്പറൊക്കെ കേട്ടാ. നോക്കിപ്പോ
മേലിൽ പേപ്പറൊന്നും ഇല്ലാതെ നടക്കരുത്. ഇല്ല സാറേ, 2000 മേടിക്കണ്ടേണ്. അതെ അതെ. ആ. അല്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു അതുപോലെ. പൊല്യൂഷൻ ഇല്ലാതെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് നടക്കണം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ നോക്കിക്കണ? വണ്ടിയിലെ സീറ്റ് ബെൽറ്റ് ഇടാണ്ടല്ലേ പോണേ? അത് നോക്കാറില്ലേ? ഇല്ല സാറേ, സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഒരാളുടെ പുറമെ 4 ആളൊന്നും വേണ്ട. നോക്ക്, ഇനി ടാർജറ്റ് കഴിഞ്ഞിട്ടില്ല ഇവിടെ. ആ സാറേ പൊല്യൂഷന്റെ ഒരു ദിവസം ഡേറ്റ് കയറ്റിയപ്പോ നിങ്ങൾ ഇത് പൈസ വാങ്ങിച്ചത്. ബാക്കി എല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പൊ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ബാക്കി നോക്കാനാണ് ഞങ്ങൾ നിൽക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വകുപ്പും റൂളും പറയാൻ 100 നാവാണ്. അവന്റെ നോട്ടം ശരിയല്ല കേട്ടോ. അവനെ നാളെ ശരിയല്ല അവൻ. സാറേ, നമ്മുടെ പരിചയക്കാരനാണ്. പോയിക്കോട്ടെ. നിങ്ങൾ ഈ പരിചയക്കാരെ അല്ല, പുള്ളിയായി യൂണിയന്റെ ആണ്. ടാർജറ്റ് എത്തിക്കണ്ടേ? അല്ല അത് പോട്ടെ. അതെ, വീടിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. അതാണ് ഈ പണി നിർത്താല്ലേ? അടുത്ത ആളെ പൊക്കാന്നേ. പരിചയമില്ലാത്തവരെ പൊക്കാല്ല. അതേ ഒരു പെട്ടി വണ്ടി വന്നുണ്ട്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴനുണ്ട്, മണ്ണിൽ പുതുമഴ വീഴനുണ്ട്. അരിയില്ലേ? ആ ഇതവിടെ ഒരു 5 കിലോ മട്ട. മട്ടല്ലല്ലോ. മട്ടല്ലേ? ഇല്ല. അയ്യോ, മട്ട കഴിഞ്ഞോ? ആ എന്നാ പിന്നെ കുഴപ്പമില്ല, വെള്ളരി ആയാലും മതി. വെള്ളരി ഇല്ല. അതില്ല. പരിയില്ലേ? അരി മൊത്തം സ്റ്റോക്ക് തീർന്നു നിൽക്കുക. തീർന്നോ? ആ അല്ല ഇത് സപ്ലൈകോ തന്നെയല്ലേ? സപ്ലൈകോ തന്നെയാണ് സംഭവം. സ്റ്റോക്ക് വന്നിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നു പോയി. ഇപ്പൊ ഇല്ല സാധനം. വിഷുവും പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അരി ഞാൻ പുറത്ത് വാങ്ങിക്കോളാം. മറ്റേ മല്ലി, മുളക്, പരിപ്പ്, ഉഴുന്ന് പരിപ്പ് ഒക്കെ എടുത്തോ. മല്ലി തീർന്ന്, മുളക് സ്റ്റോക്കില്ല. അല്ല മല്ലി ഇല്ല, മുളകും ഇല്ല. മുളകും ഇല്ല. പഞ്ചസാര ചോദിക്കണ്ട, പഞ്ചസാര നേരത്തെ തീർത്തിക്കണം. അല്ല ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വേണം എനിക്ക്. ചായപ്പൊടി തരാം, പഞ്ചസാര ഇല്ല. സാധനം മൊത്തം തീർന്ന് നിൽക്കുക. പിന്നെ പരിപ്പുണ്ടോ? പരിപ്പില്ല, പരിപ്പും തീർന്നു. ഉഴുന്ന് പരിപ്പ്? ഉഴുന്ന് പരിപ്പ് ഒരു പാക്ക് ഉണ്ട്, അപ്പൊ ഒരാൾ കൊണ്ടുപോയി. കഴിഞ്ഞാ അപ്പൊ ഒരു സാധനം ഇല്ലേ? സാധനം കുറവ്. നിങ്ങൾ പേസ്റ്റ് സോപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ പേസ്റ്റ് ഉണ്ടായിട്ട് ഈ വിഷുവിന് തിന്നണത്? അല്ല എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? സാധനം സ്റ്റോക്ക് തീർന്നു കേട്ടോ. അപ്പൊ ഈ സാധനങ്ങൾ മുഴുവൻ ഞാൻ പുറത്തു പോയിട്ട് ഇരട്ടി വിലക്ക് വാങ്ങണ്ടേ? ഓ എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയല്ലേ. എന്ത് ജാതി വർത്താനൊക്കെയാണ് പറയണത്? അത് എന്ത് സാധനം വരാത്തത്? വരാത്ത എന്താണ്? ഞങ്ങളിപ്പോ അന്വേഷിച്ച് ഞങ്ങൾക്ക് ഇവിടെ സാധനം എത്തിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സർക്കാർ എത്തിക്കണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളും നിങ്ങൾ രണ്ടിൽ നിങ്ങൾ ഒരു മനുഷ്യല്ലേ ഇവിടെ. എന്തിനാ പിന്നെ ഈ സ്ഥലമൊക്കെ നിങ്ങൾ തുറന്നിരിക്കണത്? അറിയാൻ ചോദിക്കുന്നു. നിങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു അനിലേട്ടന്റെ സൂപ്പർ മാർക്കറ്റ്. അതൊക്കെ ഞാൻ എവിടുന്നാലും മേടിച്ചോളാം. എന്തിനാ അനിലേക്കാണ്? വേറെ കുറെ ഞാൻ അടുന്ന മേടിക്കില്ല. അവിടെ എല്ലാ സാധനവും ഉണ്ടെന്ന് അറിയാം. ഇവിടുത്തെ ഈ സാധനം കിട്ടുന്ന വിചാരിച്ചിട്ടാണ്. പണ്ടൊക്കെ ഓണവും വിഷുവൊക്കെ വരുമ്പോഴേ സജീവായിരുന്നു ഇവിടെ. ഇപ്പൊ എന്താറിയില്ല, ഇപ്പൊ തീരെ കച്ചവടമില്ല. നിങ്ങൾ കുറച്ച് സർഫ് ഉണ്ടായിക്കോളി വേണമെങ്കിൽ. എന്തിനാണ് സർഫ്? പായസം വെക്കാനോ? അതല്ല, ഇവിടെ ഉള്ള സാധനമല്ലേ ഇപ്പൊ തരാൻ പറ്റുള്ളൂ. കണ്ടു പറഞ്ഞ. എന്നാ ശരി. ആ എന്താ ചെയ്യും? വരുന്നവർ മുഴുവൻ കാണുക. ഒരു സാധനം വേണ്ട ഇവിടെ കൊടുക്കാൻ. വല്ലാത്തൊരു നാണക്കേട് തന്നെയാണ്. ആരോട് പറയാൻ? ഹലോ. അതെ ഏട്ടാ, പിന്നെ ഒരു കണി വെക്കണ കൃഷ്ണനെയും കൂടെ മേടിക്കണേ. കൃഷ്ണനോ? ആ കൃഷ്ണന്റെ വിഗ്രഹം ഇല്ലേ ചെറുത്, കണി കാണാനുള്ളത്. അപ്പൊ കൃഷ്ണന്റെ വിഗ്രഹവും രാമന്റെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചാ പോരെ? എന്നിട്ട് കണി കണ്ടാ പോരെ എന്റെ മണ്ടുവോ? എന്റെ ഏട്ടൊന്നും പറയണ്ട. ഇവിടെ ഉള്ളതിന്റെ കൈ പോയി, ഓടക്കുഴലൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ ആ സപ്ലൈകോലൊക്കെ പോയിട്ട് സാധനങ്ങൾ നോക്കി നോക്കുമ്പോ അവിടെ ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ഇരട്ടി വില കൊടുത്തിട്ട് സാധനങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. കയ്യിലെ പൈസ ഒക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ കൃഷ്ണ വിഗ്രഹം കൂടി വേണമെന്ന് പറഞ്ഞാലോ? പിന്നെ പോരാത്തതിന് ഇതാ പിന്നെ പൊല്യൂഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോലീസും പിടിച്ചു. അതിനും പൈസ കൊടുത്തു. അയ്യോ, ഞാൻ വണ്ടിയിലെ പെട്രോൾ കഴിഞ്ഞിട്ട് പമ്പിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള കൃഷ്ണൻ എന്താ കുഴപ്പം? കൈ പൊട്ടി. അത് തീരെ പറ്റില്ലേ? പൊട്ടിയ വിഗ്രഹം എങ്ങനെ കണി കാണാൻ വയ്ക്കോ? അതെ, ഒന്നുകിൽ കൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ഡ്രസ്സ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. അതിനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഡ്രസ്സ് വാങ്ങണോ അതോ വിഗ്രഹം മേടിക്കണോ എന്ന് പറ. രണ്ടും കൂടി നടക്കില്ല. വിഗ്രഹം മതി.
ആ ശരി ശരി, ഓക്കെ ഓക്കെ. അടി മോളെ 200 ഇന്നും കൂടിയില്ലേ? കൂടിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ അവിടുന്ന് വരുമ്പോ ആലോചിക്കാറുന്നു കൂടണേന്ന്. അടി 200 അടി കൊണ്ടുപോയി തിന്നട്ടെ. ഹാവൂ. ഇതാ പിടിച്ചോ. ഹലോ, ആ എന്താച്ചാ? നീ സാധനം മേടിച്ചുവാ? ഇതേ മേടിച്ചോണ്ടിരിക്കയാണ് ഓരോന്നോരോന്നായിട്ട്. അതെയാ, കൊന്നപ്പൂ എല്ലാം മേടിച്ചു അല്ലേ? കൊന്നപ്പൂ വാങ്ങിയേ, കൊന്നപ്പൂവും വെള്ളരിക്കൊക്കെ വാങ്ങി. എന്താ പടക്കം വാങ്ങണോ? അല്ല പടക്കല്ലടാ. എന്താ ഗുണ്ടു വാങ്ങണോ? അല്ലടാ. ഞാൻ ചെക്കനെ ഇപ്പൊ എന്താ കമ്പിത്തിരിയാ? അല്ല. മേശപ്പൂവാ? അല്ലടാ. പിന്നെന്താ? ഒരു സാധനം, ഒരു കുപ്പി. എന്ത്? ഒരു കുപ്പി, ചെറിയ കുപ്പി, ചെറുത് മതി. അതൊക്കെ വേണോ? ഒന്ന് ഉഷാറാവാൻ. ആ ശരി, വാങ്ങിക്കാൻ. കയ്യിൽ പൈസ ഉണ്ടാവും അറിയില്ല, നോക്കണച്ചാ. അതിന്റെ ലുബ്ധിച്ചിട്ട് ഒന്നത് മേടിക്കണം മോനെ. ആ ശരി ശരി ശരി. എന്തേ? അത് മേടിക്കുമ്പോ റമ്മ് മേടിച്ചാൽ മതി കേട്ടോ.